പെയ്തൊഴിയാതെ ഭാഗം 14. രചനാ സംഭാഷണം രുദ്രപ്രിയ. പെട്ടെന്ന് ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് രാജീവനും നിമയും ഒരുപോലെ ഞെട്ടി. എന്നാൽ വന്ന ആള് അകത്ത് കണ്ട കാഴ്ചയിൽ കണ്ണു മിഴിഞ്ഞു നിൽക്കുകയാണ്. സോറി, എക്സ്ട്രീംലി സോറി ഡോക്ടർ. ഡോർ പെട്ടെന്ന് അടയപ്പെട്ടു. നിമ രാജീവൻ്റെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കി നിന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും രാജേട്ടാ? രാജീവൻ നിമയുമായി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി കോറിഡോറിലൂടെ നടന്നു. അവളുടെ ഊഹം തെറ്റിയില്ല. നേരെ ക്യാൻറ്റീനിലേക്കാണ് വച്ചുപിടിച്ചത്. രണ്ടുപേരും കൂടി ചായയുമായി ഒരു ടേബിളിന് മുന്നിൽ ചെന്നിരുന്നു. തൻ്റെ മുന്നിലേക്ക് ആരോ ഇരിക്കുന്നത് പോലെ തോന്നിയതും താര സിസ്റ്റർ മുഖമുയർത്തി നോക്കി. മുന്നിലിരിക്കുന്ന രാജീവിനെയും നിമയെയും കണ്ട് അവർ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു. സിസ്റ്ററിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി എന്തെന്ന് കേൾക്കാനുള്ള സന്മനസ് സിസ്റ്റർ കാണിക്കണം. താര സിസ്റ്റർ മുഖമുയർത്തി നിമയെ നോക്കി. കഴിഞ്ഞ 3 വർഷമായി ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 2 മാസമായി ഞാൻ ഇവളെക്കുറിച്ച് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അവളോട് തന്നെ ഒന്ന് ചോദിക്കണമെന്ന് കരുതിയാണ് ഞാനിന്ന് അവിടേക്ക് വന്നത്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ പലതും സത്യമാണെന്ന്. എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു സൗഹൃദമായിരുന്നു എനിക്ക് നിമയ്ക്കുമിടയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് നിമ എന്നോട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചു. ഞാൻ അതിനൊരിക്കലും നിമയെ കുറ്റം പറയുകയില്ല. ഭർത്താവിൽ നിന്ന് വേർപെട്ട് താമസിക്കുന്ന ഏതൊരു സ്ത്രീയെയും പോലെ ആയിരിക്കും നിമയും. പക്ഷേ എങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാനിന്ന് കണ്ട കാഴ്ച എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? നിന്നെക്കുറിച്ച് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നുമല്ല നിമയെ ധരിച്ചു വെച്ചിരുന്നത്. അത്രയും വേദനയോടുകൂടി താരാ സിസ്റ്റർ പറഞ്ഞു. ഇതിൽ കൂടുതൽ ഒരു കാര്യങ്ങളും നിനക്ക് എന്നോട് പറയാനില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അതൊന്നും കേൾക്കാനുള്ള താല്പര്യവും എനിക്കില്ല. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം, ഞാൻ പോകുന്നു. പറഞ്ഞുകൊണ്ട് താര പോകാനായി എഴുന്നേറ്റതും രാജീവൻ സംസാരിച്ചു തുടങ്ങി. ഇത്രയും നേരം സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ക്ഷമയോടുകൂടിയാണ് ഞാനും നിമയും കേട്ടിരുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കാൻ സിസ്റ്റർ ബാധ്യസ്ഥതയാണ്. ഞാനൊരു ഡോക്ടറും നിമ ഈ ഹോസ്പിറ്റലിലെ ഒരു നഴ്സുമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിനുശേഷം സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചയേക്കാൾ എന്തൊരു തെളിവാണ് എനിക്ക് കിട്ടാനുള്ളത്? മറ്റുള്ളവർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. കാരണം അത്രമാത്രം ഞാൻ നിമയെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ആ വിശ്വാസത്തിനാണ് മങ്ങലേറ്റത്. ഇതിനപ്പുറം ഒരു തെളിവും നിങ്ങൾക്ക് നൽകാൻ കാണില്ല. എങ്ങനെ തോന്നി നിമയെ നിനക്ക് ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കാൻ? ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. ഒന്നുമില്ലെങ്കിലും നിൻ്റെ മണിക്കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളില്ലേ? താരാ സിസ്റ്റർ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്ലീസ്, ഇനി നിങ്ങളൊന്നും പറയരുത്. പറഞ്ഞാൽ ഞാനത് കേട്ടുകൊണ്ടിരുന്നെന്ന് വരില്ല. രാജീവൻ്റെ ഒച്ച ഉയർന്നു. ഡോക്ടർ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഞങ്ങളെപ്പോലെ പാവ സിസ്റ്റർമാർക്ക് നിങ്ങൾക്ക് നേരം പോക്കാണ്. അങ്ങനെ ഒരു നേരം പോക്കായി ദയവ് ചെയ്ത് നിങ്ങൾ നിമയെ കാണരുത്. നിങ്ങൾ എന്തൊക്കെയാണ് സിസ്റ്റർ പറഞ്ഞു കൂട്ടുന്നത്? എനിക്ക് പറയാനുള്ള അവസരമെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ തരൂ. ഡോക്ടറിൻ്റെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടുള്ള ഒന്നും തന്നെ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. താരാ സിസ്റ്ററും വിട്ടുകൊടുത്തില്ല. കേൾക്കണം, കേട്ടേ മതിയാകൂ. നിങ്ങൾ കുറേ നേരമായി കിടന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ മണിക്കുട്ടിക്ക് ഒരു അച്ഛനുണ്ടെന്നൊക്കെ. അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ? പോട്ടെ, നിമയുടെ ഭർത്താവിനെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ. എന്നിട്ടാണോ നിങ്ങളുടെ ഈ ഗിരിപ്രഭാഷണം? ഞാനാണ് നിമയുടെ ഭർത്താവ്. എൻ്റെ ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിക്കുന്നതിനോ ചുംബിക്കുന്നതിനോ എനിക്ക് മറ്റാരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ടത് വിശ്വസിക്കാനാവാതെ താര ചെയറിൽ നിന്നും പതിയെ എഴുന്നേറ്റു. സിസ്റ്റർക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ രാജീവൻ നിമയുടെ കഴുത്തിൽ നിന്നും താലി പുറത്തേക്കെടുത്തു. മാലയിൽ ചേർന്ന് കിടക്കുന്ന താലിയിൽ രാജീവൻ എന്നെഴുതിയ ഒരു ലോക്കറ്റ് കണ്ടു. താരയുടെ കണ്ണ് രണ്ടും തുറച്ചു പുറത്തേക്ക് വന്നു. അവൾ പതിയെ സീറ്റിലേക്കിരുന്നു. താര, ഇതെൻ്റെ ഹസ്ബൻഡാണ്, ഡോക്ടർ രാജീവ്. ചെറിയ ചില ഈഗോ ക്ലാഷിൻ്റെ പേരിൽ കഴിഞ്ഞ 3 വർഷമായി പിണങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോഴെനിക്ക് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി വന്നിരിക്കുന്നത് പോലും. അന്നമ്മ സിസ്റ്ററിനോട് വളരെയധികം പ്രഷർ ചെയ്തിട്ടാണ് എന്നെ അസിസ്റ്റൻ്റായി പോലും നിയമിച്ചത്. സിസ്റ്ററിനോട്
മാത്രമേ രാജേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നിന്നോടും ഷെറിനോടും പറയണമെന്ന് പലതവണ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ഒത്തുകിട്ടിയില്ല. എന്നെ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. സോറി ഡോക്ടർ, പെട്ടെന്ന് നിങ്ങളെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഹോസ്പിറ്റലിൽ ഡോക്ടറെയും നിമയെയും ചേർത്ത് വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ ഈ കാഴ്ചയും കൂടി ആയപ്പോൾ ആകെ കൺട്രോൾ പോയി. അതിന് സാരമില്ലടോ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ സമയമായി. അവൾക്ക് ദേവുവിൻ്റെ കാര്യം കഴിയുന്നത് വരെ കുറച്ച് സമയം ആവശ്യമാണെന്നാണ് പറയുന്നത്. അതിനുശേഷം മാത്രമേ എന്നോടൊപ്പം വീട്ടിലേക്ക് പോലും വരികയുള്ളൂ എന്ന ശാഠ്യത്തിലാണ്. എന്തായാലും അവളുടെ സങ്കടങ്ങൾക്കെല്ലാം ഒരറുതി വന്നല്ലോ, അതുതന്നെ സമാധാനം. പിന്നെ ഇതൊരു ഹോസ്പിറ്റലാണെന്ന് രണ്ടുപേരും മറക്കാതിരിക്കുന്നത് ഇടയ്ക്കൊക്കെ നല്ലതായിരിക്കും. ചെറിയ പുഞ്ചിരിയോടുകൂടിയാണ് താര അത് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനങ്ങോട്ട് പോകട്ടെ. അതും പറഞ്ഞുകൊണ്ട് താര സിസ്റ്റർ എഴുന്നേറ്റ് നടന്നുപോയി. ഒരു മഞ്ഞ് പെയ്ത സുഖമായിരുന്നു നിമയ്ക്ക്. ഇതെന്താ ഇന്ന് പതിവില്ലാതെ നിങ്ങൾ രണ്ടുപേരും കോഫി കുടിക്കാൻ ഇറങ്ങിയത്? നിമയും രാജീവനും അവർ ഓർഡർ ചെയ്ത കോഫി കുടിച്ചിരിക്കുമ്പോഴാണ് ഡോക്ടർ കൃഷ്ണജയും നന്ദനും കൂടി അവിടേക്ക് വന്ന് ചോദിച്ചത്. എനിക്കിന്ന് നിമയോടൊപ്പം കോഫി കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് അയാൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് കൂടെ കൂട്ടിയത്. രാജീവൻ പുഞ്ചിരിയോടെ അവർക്കുള്ള മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ ഈയിടെയായി നിങ്ങൾ രണ്ടുപേരെയും പലയിടങ്ങളിലും വെച്ച് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിലൊന്നും വലിയ പുതുമയില്ല, നന്ദൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ. നന്ദൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ രാജീവിന് ശരിക്കും ദേഷ്യം വന്നു. ഞാനൊന്നും പറയുന്നതല്ല ഡോക്ടർ, പൊതുവേ കേൾക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പൊതുസഭയിലിരുന്ന് വിളമ്പുന്നത് ശരിയായ രീതിയല്ലല്ലോ ഡോക്ടർ. അതിനെ മറ്റൊരു പേരിട്ടല്ലേ നിങ്ങൾ വിളിക്കുന്നത്? രാജീവൻ ഒച്ച ഉയർത്തി അത് ചോദിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാർ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തിനാ ഡോക്ടർ നിങ്ങൾ രണ്ടുപേരും കൂടി നിമ സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞ് വെറുതെ മുഷിയുന്നത്? കൃഷ്ണജാത പറയുമ്പോൾ നിമയ്ക്ക് വല്ലായ്മയോടുകൂടി അവരെ നോക്കി. നിമ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ ഭാവിക്കുമ്പോൾ രാജീവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എവിടേക്കായി ഓടുന്നത്? കോഫി കുടിച്ചിട്ട് പോയാൽ മതി. അത്രയും കൂടി ആയപ്പോൾ നന്ദന് ദേഷ്യം സഹിക്കാൻ പറ്റാതെയായി. ഡോക്ടർ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വിടൂ, അവർ പോകട്ടെ. രാജീവൻ ദേഷ്യത്തിൽ നന്ദനെ നോക്കി. നിമയുടെ കൈ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഈ കൈവിടാൻ വേണ്ടി ഞാൻ ഒരിക്കലും പിടിച്ചതല്ല, ഇനി ഒരിക്കലും കൈവിടുകയുമില്ല. ഡോക്ടർ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഇവിടുത്തെ ഒരു നഴ്സിൻ്റെ കൈ ചേർത്ത് പിടിച്ച് ആൾക്കാരെ മയക്കാൻ ഇവൾ മിടുക്കിയാണ്, അതല്ലേ നന്ദൻ ഡോക്ടറും? അപ്പോഴേക്കും രാജീവൻ്റെ കൈ കൃഷ്ണയുടെ കവിളിൽ ആഞ്ഞു പതിച്ചിരുന്നു. കൃഷ്ണ ഉയർത്തി നോക്കുമ്പോൾ രാജീവൻ്റെ മുഖം വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു. കണ്ണുകൾ ചോര ചുവപ്പായി. രാജീവൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ നന്ദനും പ്രതീക്ഷിച്ചിരുന്നില്ല. വേച്ച് വീഴാൻ പോയ കൃഷ്ണയെ നന്ദൻ താങ്ങിപ്പിടിച്ചു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം കൃഷ്ണജ. നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണ് നിമയും. ആ ഒരു മര്യാദയെങ്കിലും നീ കാണിക്കണം. ആരെയും എന്ത് പറഞ്ഞു കളയാമെന്ന് നീ കരുതരുത്. അവളെ താങ്ങിയിരുന്ന നന്ദൻ്റെ കൈകൾ കൃഷ്ണ വീറോടെ തട്ടി മാറ്റി. ഇത്രയും അധികാരത്തിൽ ചേർത്ത് പിടിച്ച് ഇവളെ പറയുമ്പോൾ പൊള്ളാൻ. ഡോക്ടർ രാജീവൻ്റെ ആരാ സിസ്റ്റർ നിരുപമ? എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആരെയും ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തൻ്റെ മുന്നിൽ ഇതൊക്കെ തുറന്നു പറയേണ്ട ആവശ്യവും എനിക്കില്ല. എന്നാൽ എനിക്കറിയണം, കുറേ നാൾ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നതാണ്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഡോക്ടർ രാജീവന് നിരുപമയിൽ തോന്നിയത്? കുറച്ച് നാളായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള രണ്ടുപേരുടെയും ഈ സല്ലാപങ്ങൾ. ഇത് ഒരു ഹോസ്പിറ്റലാണെന്ന് പോലും മറന്നാണ് നിങ്ങളുടെയൊക്കെ പ്രണയ സല്ലാപം. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. പറയാതെ ഞാനിന്ന് തന്നെ ഇവിടെ നിന്നും വിടില്ല. ക്രോധം കൊണ്ട് അന്ധയായ കൃഷ്ണജ ഡോക്ടർ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. ക്യാൻറ്റീനിലുള്ള സ്റ്റാഫും മറ്റും പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ അവരെ തന്നെ നോക്കി നിന്നു. ക്യാൻറ്റീനിൽ നിന്നുള്ള ഉറക്കെയുള്ള ബഹളം കേട്ട് സിസ്റ്റർമാരും അവിടേക്ക് വന്നു. എന്തായാലും നിന്നെ സമ്മതിച്ചു. ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഒരു ഡോക്ടറെ തന്നെ കറക്കിയെടുത്ത് കളഞ്ഞല്ലോ നീ. ആള് കൊള്ളാം. നിൽക്കുന്ന ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് പോലും നിമ ആഗ്രഹിച്ചു പോയി. കുറച്ചുനാൾ നന്ദൻ ഡോക്ടർ ആയിരുന്നു ഇവളുടെ പുറകെ നടന്നിരുന്നത്. അതിനുശേഷം ഡോക്ടർ രാജീവായി. അടുത്തതാരാടി നിൻ്റെ ലിസ്റ്റിലുള്ളത്? വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളും നന്ദനെയും ചുട്ടുപൊള്ളിക്കാൻ കഴിവുള്ളതായിരുന്നു. കൃഷ്ണജ പക്ഷേ അതൊന്നും ഓർത്തതേയില്ല.
ഒരിക്കൽ യാദൃച്ഛികമായാണ് കൃഷ്ണജ ഡോക്ടറിനോട് പറഞ്ഞത് നിമ സിസ്റ്ററിനോട് ഒരു ചെറിയ അടുപ്പം തോന്നുന്നതിനെ പറ്റി. അതാണിപ്പോൾ കൃഷ്ണജ ഡോക്ടർ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിമയെ രാജീവൻ ചേർത്ത് പിടിച്ചിരുന്ന അയാളുടെ കൈകൾ പതിയെ വിടുവിക്കാൻ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാല് ചേർത്ത് ഒഴുകിയിറങ്ങി. രാജീവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും പേരുടെ മുന്നിൽ വച്ച് ഏറ്റവും വലിയ അപമാനമാണ് നിമയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. അത് സഹിക്കുവാൻ അവൻ തയ്യാറല്ലായിരുന്നു. നിനക്ക് എന്തൊക്കെയാണ് ഇനി അറിയാനുള്ളത്? ഓരോന്നോരോന്നായിട്ട് ചോദിക്ക്. എല്ലാത്തിൻ്റെയും ഉത്തരം ഇന്ന് തന്നെ പറഞ്ഞു തരാം. അങ്ങനെയെങ്കിലും നിനക്ക് എന്നോടുള്ള ഭ്രാന്ത് തീരട്ടെ. രാജീവനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ നിന്നു. ഇല്ലടോ, എനിക്ക് തന്നോടുള്ള ഭ്രാന്ത് ഒരിക്കലും തീരില്ല. താൻ എൻ്റെയാണ്, എൻ്റെ മാത്രം. താൻ ഇവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സമനില തെറ്റുമെന്ന് പോലും തോന്നുന്നു. എൻ്റെ ഭാര്യയെ അല്ലാതെ ഞാൻ പിന്നെ വേറെ ആരെയാടി ചേർത്ത് പിടിക്കേണ്ടത്? എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ അല്ലാതെ ഞാൻ ആരോടാണടി പ്രണയസല്ലാപം നടത്തേണ്ടത്? നിന്നോടോ? ഞാൻ വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ പിറകെ എന്നെ വിടാതെ നടക്കുന്ന നീയാണോടി നല്ലവൾ? രാജീവൻ അത്രയും പറഞ്ഞതും ഡോക്ടർ നന്ദനും കൃഷ്ണജയും ഞെട്ടിക്കൊണ്ട് മുഖത്തോട് മുഖം നോക്കി. ഇതെൻ്റെ ഭാര്യയാണ് നിരുപമ രാജീവ്. ഇവളെ കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇവളോട് ഇടപഴകുന്നതിന് വേണ്ടി തന്നെയാണ് നിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഇവളെ എൻ്റെ അടുത്തേക്ക് ആക്കിയത്. എൻ്റെ ഭാര്യയോടടുത്ത് ഞാൻ സമയം ചെലവഴിക്കുന്നതിനും ഞാൻ സംസാരിക്കുന്നതിനും ഇവിടെ ആർക്കാണ് കുഴപ്പമെന്ന് അറിയണം എനിക്ക്. എൻ്റെ ഡ്യൂട്ടി ഹോസ്പിറ്റലിന് വേണ്ടിയും പേഷ്യൻസിനോടും കൃത്യമായി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ? അവരുടെ സംസാരം ശ്രദ്ധിച്ച് നിന്നവരെല്ലാം വായും തുറന്ന് നിൽക്കുന്നത് കണ്ടു. രാജീവൻ നിമയുടെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കഴുത്തിൽ നിന്നും താലിമാല പുറത്തേക്കെടുത്തിട്ടു. ഇതിങ്ങനെ എപ്പോഴും എടുത്ത് അകത്തിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കാണട്ടെ ഇതിലെഴുതിയിരിക്കുന്ന പേരെങ്കിലും. രാജീവൻ നിമയെയും വിളിച്ചുകൊണ്ട് നേരെ ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്കിറങ്ങി. തിരികെ ക്യാബിനിലേക്ക് ചെന്ന് നിമ പൊട്ടിക്കരഞ്ഞു. ആളുകളുടെ മുന്നിൽ വച്ച് അവൾ അത്രമാത്രം അപമാനിക്കപ്പെട്ടിരുന്നു. രാജീവനും അത് കണ്ടപ്പോൾ വളരെയേറെ ദുഃഖം തോന്നി. താൻ കാരണമാണല്ലോ അവൾ ഇപ്പോഴും ഈ വേദന അനുഭവിക്കുന്നത് എന്നതായിരുന്നു രാജീവൻ്റെ ചിന്ത. രാജീവൻ നിമയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ നിന്നെ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാരണം എൻ്റെ പെണ്ണ് വീണ്ടും വീണ്ടും അപഹാസ്യയാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അറിയാതെ അവളെ തല്ലിപ്പോയത്. ഇനി ഒന്നിനു വേണ്ടിയും നിൻ്റെ ഈ കണ്ണുകൾ നിറയ്ക്കാൻ ഞാൻ കാരണമാവില്ല. അപ്പോഴേക്കും നിമ രാജീവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് മുഖം ചേർത്ത് വെച്ചു വെങ്ങി. പോട്ടെ, സാരമില്ല. ഇതോടുകൂടി എല്ലാം കഴിഞ്ഞല്ലോ. ഇനി ആരും നിൻ്റെ പുറകെ ഒരു ശല്യത്തിനും വരില്ല. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ആ കാഴ്ച കൂടി കണ്ടപ്പോൾ ഡോക്ടർ കൃഷ്ണ ആകെ തകർന്നു. കൃഷ്ണ ഡോക്ടറുടെ ഈ അവസ്ഥയിൽ അവർ തനിയെ വിടുന്നത് ബുദ്ധിയല്ല എന്ന് നന്ദന് തോന്നി. നന്ദൻ നിർബന്ധിച്ചാണ് കൃഷ്ണ ഡോക്ടറെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റിയത്. കാർ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. താൻ ഈ ഒരു കണ്ടീഷനിൽ വീട്ടിലേക്ക് കയറി ചെന്നാൽ അത് ശരിയാകില്ല. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് നമുക്കൊന്ന് സംസാരിക്കാം. കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കൃഷ്ണജിയുടെ കാതുകളിൽ രാജീവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. ഇതെൻ്റെ ഭാര്യയാണ്, എൻ്റെ മണിക്കുട്ടിയുടെ അമ്മയാണ്. ഡോക്ടർ, ഞാൻ പറഞ്ഞത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. എന്നെ സംബന്ധിച്ച് നിമ സിസ്റ്റർ വിവാഹിതയാണെന്നും ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. പക്ഷേ രാജീവ് ഡോക്ടർ അങ്ങനെയല്ല. പരിചയപ്പെട്ടപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് അയാൾ വിവാഹിതനാണെന്ന്. അതറിഞ്ഞു വെച്ചിട്ടും ഡോക്ടറോട് അയാളുടെ പിന്നാലെ പോയത് ഞാൻ ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നതല്ല. അയാൾ വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ്. തന്നെ ഒരു നല്ല സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും താൻ അയാളുടെ പിറകെ പോയതിൻ്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാകാത്തത്. നന്ദൻ അവളുടെ മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം നിമ സിസ്റ്ററിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ താൻ ഇന്ന് ആ ക്യാൻറ്റീനിൽ വെച്ച് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടറിനെ ചേർന്നതല്ല. ഇത്രയും അപമാനിക്കാൻ വേണ്ടി അവർ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടുമില്ല. അവർ ഭാര്യയും ഭർത്താവുമാണ്, അത് അവർക്കറിയാം. അവരുമായി ചുറ്റിപ്പറ്റിയുള്ള മറ്റു ചില ആൾക്കാർക്ക് അറിയാം. അറിയാതെ പോയത് നമ്മളാണ്. ശരിക്കു പറഞ്ഞാൽ തൻ്റെ ഇന്നത്തെ അവിടുത്തെ പ്രകടനത്തിൽ ഭാര്യയും കുഞ്ഞുമുള്ള ഒരാളെ സ്നേഹിച്ച ഒരു ഡോക്ടറായി മാറി ശരിക്കും താൻ. ചേരേണ്ടവർ മാത്രമേ എപ്പോഴും ചേരുകയുള്ളൂ ഡോക്ടർ. അത് ഇനിയെങ്കിലും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. മറ്റൊരാളുടെ ഒന്നും നമ്മൾ ഒരിക്കലും തട്ടിപ്പറിക്കാൻ കാരണമാകരുത്. നമുക്ക് വിധിച്ചിട്ടുള്ളത് നമ്മളെ തേടിയെത്തും. ഡോക്ടർ ശാന്തമായി ഇതൊക്കെ ഒന്നുകൂടി ആലോചിക്ക്. എന്നിട്ട് നല്ലൊരു തീരുമാനവുമായി വേണം ഹോസ്പിറ്റലിലേക്ക് വരാൻ. ഇത്രയൊക്കെ ഡോക്ടറോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്കുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം.
ഡോക്ടർ നന്ദൻ എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ പിന്നാലെ തന്നെ കൃഷ്ണയും ചെന്നു. തിരികെയുള്ള യാത്രയിൽ അവർ രണ്ടുപേരും മൗനത്തിലായിരുന്നു. കാറിൽ നിന്നിറങ്ങി യാന്ത്രികമായി മുന്നോട്ട് പോകുന്ന കൃഷ്ണയെ വളരെ വിഷമത്തോടു കൂടിയാണ് ഡോക്ടർ നന്ദൻ നോക്കിയത്. രാജീവനും നിമയും കൂടി ചേർന്നാണ് ശ്രീദേവിയുടെ ഡേ കെയറിൽ നിന്നും മണിക്കുട്ടിയെ കൂട്ടാൻ പോയത്. കാറിൻ്റെ ഡോർ തുറന്ന് രാജീവൻ പുറത്തേക്ക് ഇറങ്ങിയതും മണിക്കുട്ടി ഓടി അടുത്തേക്ക് വന്നു. രാജീവിൻ്റെ തോളിൽ ചാടിക്കയറി അച്ഛേ എന്ന് വിളിച്ച് കവിളിൽ ചുണ്ട് ചേർത്തു. അപ്പോഴേക്കും ശ്രീദേവിയും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ശ്രീ ആൻറ്റി, ഇതാണ് എൻ്റെ അച്ഛേ. രാജീവൻ കയ്യിലിരുന്ന ചോക്ലേറ്റിൻ്റെ പാക്കറ്റ് ശ്രീദേവിയെ ഏൽപ്പിച്ചു. മണിക്കുട്ടി നിലത്തേക്ക് ഊർന്നിറങ്ങി രാജീവൻ്റെ കയ്യും പിടിച്ച് ഡേ കെയറിനുള്ളിലേക്ക് പോയി. മണിക്കുട്ടി അവളുടെ കൂട്ടുകാർക്കെല്ലാം അവളുടെ അച്ഛയെ പരിചയപ്പെടുത്തി കൊടുത്തു. രാജീവനെ നിമയും ആ കുഞ്ഞു പെണ്ണിൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഒരുപോലെ കണ്ണ് നിറഞ്ഞു. ഇത്രയും നാൾ താൻ തൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം മുഴുവനും അവൾക്കില്ലാതാക്കിയല്ലോ എന്നോർത്തായിരുന്നു നിമയുടെ സങ്കടം മുഴുവനും. തൻ്റെ കുഞ്ഞിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം അവൾക്ക് കൊടുക്കാൻ ഇത്രയും വൈകിപ്പോയല്ലോ എന്നതായിരുന്നു രാജീവിൻ്റെ വേദന. ടീച്ചറിനോടും കുട്ടികളോടും എല്ലാം ടാറ്റ പറഞ്ഞ് മണിക്കുട്ടി അച്ഛൻ്റെ തോളിൽ കയറി. വീട്ടിൽ കാറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ മുറ്റത്ത് പരിചയമില്ലാത്ത ഒരു ഓട്ടോ കിടക്കുന്നത് കണ്ട് നിമയിൽ ഒരു വെപ്രാളം ഉടലെടുത്തു. തുടരും.